നമുക്കിന്ന് ചക്ക വരട്ടാം. അതിനായി ചക്ക നമുക്കൊന്ന് നന്നാക്കി എടുത്ത് എളുപ്പത്തിനായി ഞാൻ വേഗം വേവാനായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ജീരകവും ഏലക്കായും നന്നായി മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിനകത്തൊക്കെ ചേർക്കുക. ശർക്കര നന്നായി പാനി കാച്ചി അരിച്ചൊഴിക്കണം, അല്ലെങ്കിൽ കല്ലുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ അരിച്ചൊഴിച്ച് അതെല്ലാം നന്നായി വെള്ളം വറ്റുന്നവരെ ഇളക്കുക. ഇളക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരു വലിയ ചട്ടകം എടുത്ത് ദൂരെ നിന്ന് ഇളക്കി. ഇതിൽ വെള്ളം ഉണ്ടാകുമ്പോൾ കുമിളകൾ വരും. അതിനുശേഷം അല്പം നെയ്യും ചേർക്കുക. എന്നിട്ട് നന്നായി വരട്ടി നല്ല ഒട്ടുന്ന പരുവമാകുമ്പോൾ വാങ്ങി വയ്ക്കുക. വാങ്ങി വെച്ചിട്ട് ആറിക്കഴിയുമ്പോൾ ചെറിയ ബോട്ടിലാക്കുക. ചെറിയ ചെറിയ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിക്കാം. ഇത് കുട്ടികൾക്ക് ജാമായും ബ്രെഡിൻ്റെ കൂടെ ജാമായും പിന്നെ ഏലക്കാപ്പമായും എല്ലാം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം ചക്ക കൊണ്ട്. അത് വളരെ കാലം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. കുമ്പളപ്പം, ഇലയട, ജാമ്, ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് നാടൻ ചക്ക കൊണ്ട് എല്ലാം കഴിയും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ.